എനിക്ക് തിരിച്ചു പോയിട്ട് എഗെയിൻ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഈ ഹാബിറ്റ്സ് ആയിരിക്കും ആദ്യം തന്നെ ചെയ്യാം. ഹായ് ഗായ്സ്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണോ? ഈ ഹാബിറ്റ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് തന്നാൽ ഫസ്റ്റ് വൺ, മേക്കിംഗ് എ ബെഡ് എവറി മോർണിംഗ്. നിങ്ങൾ നിങ്ങളുടെ ബെഡ് എഴുന്നേറ്റ് കഴിഞ്ഞ ശേഷം ബെഡൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക. ബ്ലാങ്കറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടൊക്കെ പോവാം. ഇത് നമ്മൾ ഫസ്റ്റ് ആ ഡേയിലെ തന്നെ ഫസ്റ്റ് ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വൺ, ഡ്രിങ്കിങ് വാട്ടർ. അതായത് നിങ്ങൾ ബെഡൊക്കെ ശരിയാക്കി വെച്ചു, എന്നിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുക. നമ്മൾ കുറേ നേരം ഉറങ്ങുവാണ്, അപ്പോഴൊന്നും നമ്മുടെ ബോഡിക്ക് ഹൈഡ്രേഷൻ ഇല്ല. പിന്നെയാണ് നമ്മൾ എഴുന്നേറ്റ് അപ്പോൾ തന്നെ ഹൈഡ്രേറ്റ് ചെയ്യാൻ നോക്കുക. ഒരുപാട് കുടിക്കണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ പറ്റുന്ന പോലെ കുടിക്കുക. ഡെയിലി നിങ്ങൾ ജേർണൽ ചെയ്യുക. നിങ്ങളെ മൈൻഡിലുള്ള തോട്ട്സും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അറിയാനായിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾ ജേർണൽ ചെയ്യുക. ജേർണലിങ് ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ. റീഡിങ് 10 pages എ ഡേ. നിങ്ങൾ ഡെയിലി ഒരു 10 pages ബുക്ക് വായിക്കാൻ നോക്കുക. എന്തെങ്കിലും വായിക്കണില്ല, എന്നാലും കുറച്ച് നിങ്ങൾക്ക് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന, നിങ്ങൾക്ക് നോളജ് തരുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിക്കാൻ നോക്കുക. ഇത് നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി തരും, മെൻ്റൽ പീസ് തരും, നോളജ് തരും. വായിക്കുന്നതിനെ കൊണ്ട് ഭയങ്കര ഉപയോഗങ്ങളുണ്ട്. വായിക്കാൻ നോക്കുക. ഡിജിറ്റൽ ഡിറ്റോക്സ്. അതായത് നിങ്ങൾ എഴുന്നേറ്റിട്ടുള്ള 1 hour, അതുപോലെ തന്നെ കിടക്കാൻ പോകുന്ന 1 hour നിങ്ങൾ ഫോണും കാര്യങ്ങളും, ഫോണും ലാപ്ടോപ്പ് അങ്ങനെ ഡിജിറ്റലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓഫ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുക. വെറുതെ സ്ക്രോൾ ചെയ്തിരിക്കുക, അതൊന്നും ചെയ്യാതിരിക്കുക. അത് നമ്മളെ എനർജീനെ വേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ കുറച്ച് നേരമാണെങ്കിൽ ഓക്കെ ഫൈൻ, ബട്ട് ഇത് 1 മണിക്കൂറൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യരുത്. സ്ട്രെച്ചിങ് ഓർ മൂവിങ് യുവർ ബോഡി എവറി ഡേ. നമ്മളെ ബോഡിയെ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക. നമുക്ക് ഹാപ്പി ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മൂഡ് ബൂസ്റ്റ് ആയിരിക്കും, നമ്മൾ നല്ല കാം ആയിരിക്കും, നമ്മൾ ആൻസൈറ്റി കുറയും, ഡിപ്രഷൻ കുറയും. സോ ഡെയിലി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അത് നിങ്ങളുടെ ഒരു പാർട്ടാവുക, ഡെയിലി റുട്ടീൻ്റെ ഒരു പാർട്ടാവുക. അത് ഇന്നേ വർക്കൗട്ട് തന്നെ ചെയ്യണമെന്നില്ല, അല്ലെ ജിമ്മിൽ പോകണമെന്നൊന്നുമില്ല. ഹോം വർക്കൗട്ട് ആയാലും ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഗ്രാറ്റിറ്റ്യൂഡ് എവറി ഡേ. അതായത് നിങ്ങൾക്കുള്ളതിനെ കുറിച്ച് നിങ്ങൾ നന്ദി പറയാം. ഇത് നമ്മളെ ഫ്രീക്വൻസി കൂട്ടും. നമ്മളുള്ളതിനെ കുറിച്ച് നന്ദി പറയുമ്പോൾ നമുക്കില്ലാത്തതൊന്നും നമ്മളടുത്ത് വരും. അതുപോലെ തന്നെ ഈ ഉള്ളത് തന്നെ കൂടുതലായിട്ട് നമ്മളടുത്ത് വരും എന്നൊക്കെയാണ് പറയുന്നതല്ല, ഇതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. സോ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് എന്തൊക്കെയാണുള്ളത് അതിന് നമ്മൾ നന്ദി പറയാൻ നോക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു പീസ് ഉണ്ടായിരിക്കും, നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണെന്നുള്ള റിയലൈസേഷൻ ഉണ്ടായിരിക്കും. നമ്മൾ കമ്പാരിസൺ കുറയും, സ്ട്രെസ്സ് കുറയും. സേയിങ് പോസിറ്റീവ് അഫർമേഷൻസ്. അതായത് എന്നെ കൊണ്ടൊന്നും കൊള്ളില്ല, എനിക്ക് ഭയങ്കര മടിയാണ്, അതെന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെ പറയുന്നതിന് പകരം ഞാനത് ചെയ്യും, എനിക്കത് പറ്റും, പോസിറ്റീവായിട്ട് അതിനെ പറയാം. നമ്മൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ അങ്ങനെ തന്നെ ആവും. ഇപ്പം നിങ്ങൾ ലേസി അല്ലാന്ന് വെച്ചോ, ബട്ട് നിങ്ങൾ ലേസി ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ ലേസി ആവും. സോ അതുകൊണ്ടാണ് പറയുന്നത്, അല്ല പോസിറ്റീവായിട്ട് പറയാം. നമുക്ക് നമ്മുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യണം. അത് തന്നെ നല്ല ഒരു പോസിറ്റീവ് മൈൻഡ് വേണം, പീസ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ നല്ല പോസിറ്റീവായിട്ട് തന്നെ പറയണം. സോ നിങ്ങൾ ഇനി എപ്പോൾ നെഗറ്റീവ് പറയുകയാണെങ്കിലും അതിനെ വേഗം മാറ്റി പോസിറ്റീവിലേക്ക് ആക്കി പറയാം. ടേക്കിംഗ് കെയർ ഓഫ് യുവർ അപ്പിയറൻസ് ഡെയിലി. അതായത് നിങ്ങളുടെ അപ്പിയറൻസിനെ ഡെയിലി ടേക്ക് കെയർ ചെയ്യുക. സ്കിൻ കെയർ ചെയ്യാം, ഹെയർ കെയർ ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി ക്ലോത്ത്സ് ചേഞ്ച് ചെയ്യുക, കുളിക്കുക, 2 നേരം ബ്രഷ് ചെയ്യുക. അതൊക്കെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത് തന്നെയാണ്. എനിക്കിഷ്ടമുണ്ടെങ്കിൽ പെർഫ്യൂം യൂസ് ചെയ്യുക, അങ്ങനെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാം. അത് നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾ എത്ര അല്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കുമ്പോൾ, നന്നായിട്ട് അപ്പിയർ ചെയ്തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. സ്പെൻഡിങ് ടൈം വേണം. നിങ്ങളുണ്ടല്ലോ, നിങ്ങളിപ്പോൾ അത്ര എക്സ്ട്രോവേർട്ട് ആയാൽ കൂടി നിങ്ങൾ കുറച്ച് നേരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു മൂവാണ്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു
സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒറ്റയ്ക്ക് ഇരിക്കാൻ പഠിക്കണം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മളെപ്പോഴും ആളുകളുടെ കൂടെ നിൽക്കുക അതല്ല, നിൽക്കണ്ടെന്നല്ല, പക്ഷേങ്കിൽ നമ്മൾ കുറച്ച് നേരമെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കാൻ പഠിക്കണം. ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം, വേറെ ആരും കൂടെ ഇല്ലാതൊക്കെ ചെയ്യണം. അത് നമുക്ക് നമ്മളോട് തന്നെ നമുക്കൊരു കണക്ഷൻ വരാൻ ഹെൽപ്പ് ചെയ്യും. സെറ്റിംഗ് വീക്ക്ലി ഗോൾസ് എവറി സൺഡേ. നിങ്ങൾക്ക് ഇയർലി ഗോൾസ് ഉണ്ടായിരിക്കണം, മന്ത്ലി ഗോൾസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ വീക്ക്ലി ഗോൾസ് ഉണ്ടായിരിക്കണം. ഇത് മൂന്നും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇങ്ങനെ നമ്മൾ ഗോൾസ് ഉണ്ടായിരിക്കുമ്പോഴേ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുള്ളൂ, അല്ലാതെ നമ്മൾ വർക്ക് ചെയ്യില്ല. സോ ക്ലിയർ ആയിട്ടുള്ള ഗോൾസ് ഉണ്ടായിരിക്കണം. ബി മൈൻഡ്ഫുൾ ഓഫ് വാട്ട് യു കൺസ്യൂം. അതായത് ഇപ്പോൾ കഴിക്കുന്ന ഫുഡായാലും നിങ്ങൾ കാണുന്ന വീഡിയോസ് ആയാലും കേൾക്കുന്ന കാര്യങ്ങളായാലും ഒക്കെ ബി മൈൻഡ്ഫുൾ. നിങ്ങൾക്ക് പോസിറ്റീവ് ആയിരിക്കണം, നിങ്ങൾക്ക് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കാണുക, കേൾക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കണം. നമ്മൾ പ്രോസസ്ഡ് ഫുഡും ജങ്കൊക്കെ അവോയ്ഡ് ചെയ്തിട്ട്, അവോയ്ഡല്ല എന്നാലും കുറച്ചിട്ട് ലിമിറ്റ് ചെയ്തിട്ട് നമ്മൾ ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കണം. സോ ഈ കാര്യങ്ങളിലൊക്കെ മൈൻഡ്ഫുൾ ആവുക, ഭയങ്കര വലിയ ഡിഫറൻസ് ഉണ്ടാക്കും കേട്ടോ. സേ നോ വിതൗട്ട് ഗിൽറ്റ്. നിങ്ങൾ എത്ര പേര് നോ പറയും? ഈ നോ പറയാന്നുള്ളത് ഭയങ്കര വലിയ കാര്യമാണ്. നമ്മൾ നോ പറയാത്തിടത്തോളം കാലം. പണ്ട് ഞാൻ നോ എന്ന് പറയുന്ന ആളല്ല, മാക്സിമം നോക്കുന്ന ആൾ തന്നെയാണ്. നോ പറയുമ്പോൾ നമ്മൾ നമ്മുടെ എനർജീനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, നമ്മൾ നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. നമ്മൾ നോ പറയാതിരിക്കുന്നത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. സോ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് നോ പറയാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നോ പറയാൻ പഠിക്കുക. നിങ്ങൾ നോ പറയാൻ പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞിട്ട് നിങ്ങൾക്കത് കോമൺ ആയുള്ളൂ. സോ പ്രാക്ടീസ് ചെയ്യുക ആവശ്യമുള്ളിടത്താണ്. നോ പറയാൻ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു വെച്ചിട്ട് എല്ലായിടത്തും പോയിട്ട് നോ പറയാം, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഡൂയിങ് വൺ അൺകംഫോർട്ടബിൾ തിങ് ടുഡേ. അതായത് നിങ്ങൾക്ക് അൺകംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാം. അതിപ്പോൾ ഡെയിലി ചെയ്യാം. അത് നിങ്ങൾക്ക് വേറൊരാൾക്ക് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് മിണ്ടാനൊക്കെ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ അത് ചെയ്യാം. ഇത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കും, കറേജ് വരും. സോ ഇങ്ങനെ നിങ്ങൾക്ക് എന്താണോ അൺകംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് ഡെയിലി ചെയ്യാം. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിരുന്നു, ബട്ട് പവർഫുള്ളാണ്. ഇതൊക്കെ പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങൾ തന്നെയാണ് ചിലപ്പോഴൊക്കെ. ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ബോക്സിൽ എന്നോട് പറയണേ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരും ഷെയർ ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം വേഗം അത് പോയി ചെയ്തു. So bye, take care.